ദൈവം നമ്മുടെ കൂടെ ആണെന്നുള്ളതിന്റെ തെളിവാ. അല്ലെങ്കിൽ പിന്നെ രാവിലെ ചന്ദ്രന്റെ കത്ത് എന്റെ കൈ തന്നെ കിട്ടണോ? അപ്പുവിന്റെ കല്യാണക്കാരി അറിഞ്ഞിട്ടും അവൻ എന്തേ മറുപടി അയക്കാത്തെന്ന് ഇന്നലെ ചന്ദ്രന്റെ അച്ഛൻ ചോദിക്കുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുട്ടി ചന്ദ്രനോടൊത്ത് ജീവിക്കുന്നത് കണ്ടാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. ഇന്ന് പൂജ തരുമ്പോ ഒരു നേരാവട്ടോ. ആഹാ, ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നോ? ഞാൻ കരുതി നീ പോയി കാണുമെന്ന്. മുഷിഞ്ഞു ഇല്ലേ? ശങ്കുണ്ണി, ഓ, എന്തിനാ എല്ലാരും പായസം വെക്കണേ? എല്ലാരും പായസം വെക്കുകയല്ല, അത് നേർച്ചയാ. ദേ, ആ അടുപ്പിന് ചുറ്റി നിൽക്കണവരാണ് നേർച്ചക്കാര്. അവരാണ് പായസം വെക്കണത്. തിരുവേനി ഉച്ചപൂജ കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടനെ പായസം പുണ്യാഹം തളിച്ച് ശുദ്ധം വരുത്തും. എന്നിട്ട് നേർച്ചക്കാർ ഓരോരുത്തരായി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പായസം വാരും. കൈ കൊണ്ടോ? ഉവ്വ്, കൈകൊണ്ട്. എന്നാലല്ലേ ദേവി പ്രസാദിക്കൂ. നേർച്ചക്കാരുടെ സങ്കടങ്ങളെല്ലാം തീരും. ചൂടുള്ള പായസം കൈകൊണ്ട് വാരിയാലേ കുടുംബത്തിൽ ആർക്കെങ്കിലും കഷ്ടതകളോ പ്രയാസങ്ങളോ വിഷമതകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ദേവി മാറ്റി തരും. അമ്മേ, ആ ശങ്കൂടി തിരുമേനി എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ ചെല്ലട്ടെ. ആ, നീ ഇവിടെ തന്നെ ഇരുന്നോളൂ കേട്ടോ. നിന്റെ അവസ്ഥ പണ്ടൊരു കഥകളി ആശാൻ സ്കൂൾ ടീച്ചറെ കെട്ടിയ പോലെ ആയി. ആശാൻ ആട്ടം കഴിഞ്ഞ് വരുമ്പോ ടീച്ചർ സ്കൂളിൽ പോവും. ടീച്ചർ തിരിച്ചെത്തുമ്പോ ആശാൻ ആട്ടത്തിന് ഇറങ്ങും. പിന്നെ എങ്ങനെയാ സന്തതി ഉണ്ടാവണേ? ആശാനോ? അതാരാ? നിന്റെ മുത്തച്ഛന്റെ ഒരു ബന്ധു. മുത്തച്ഛന്റെ കിഴങ്ങൻ. എടാ മാളു നിന്റെ ഭാര്യയാണ്. നിന്നെ പേടിച്ചിട്ട് അവള് മാറിക്കിടക്കണേ. നീ ഒന്നും അറിഞ്ഞിടാത്ത ശുംഭനാണ് അവളുടെ വിശ്വാസം. ആ ധാരണ നീ തന്നെ മാറ്റണം. ഞാൻ എങ്ങനെ മാറ്റും? എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാൻ പറയണതൊക്കെ ധൈര്യമായിട്ട് ചെയ്യണം. പൊക്കോളൂ. എത്തി നോക്കിയാ പോരാ, വാതില് തുറന്ന് അകത്ത് കിടക്കണം. എന്നിട്ട് വാതില് കുറ്റിയിടണം. മാളു ഉറങ്ങിയാവില്ല, ഉറക്കം നടുക്കിയാവും. നീ മെല്ലെ അടുത്തേക്ക് ചെല്ലണം. ഉണർന്നു കഴിഞ്ഞാൽ നീ അവളുടെ മുഖത്ത് നോക്കിയൊന്ന് വശ്യമായി ചിരിക്കണം. മാള് നാണം കൊണ്ട് മുഖം താഴ്ത്തും. പിന്നെ നീ കൂടുതൽ ചിന്തിച്ച് സമയം കളയരുത്. അവളുടെ സമ്മതത്തിനെ കാത്തിരിക്കുകയും വേണ്ട. കേറി പിടിക്കുക. എന്നാ മോളെ അവിടെ? അപ്പു, എടാ എടാ വാതില് തുറക്കാൻ. നിങ്ങളാ പറഞ്ഞത്? അപ്പു, എടാ അവളെ വിടാൻ. എന്തായി കാട്ടണേ? അപ്പു, എടാ എടാ തുറക്കാനാ പറഞ്ഞത്. എന്താ മതിയായില്ലേ നിങ്ങക്ക്? എന്തിനാ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ കൊല്ലണേ? എന്താ മോളെ? ഉറങ്ങിക്കിടക്കണ കുട്ടിയുടെ കഴുത്ത് പിടിച്ച് ഞെക്കാൻ പോയാ ആരാ പേടിക്കാണ്ടിരിക്കുക? അപ്പോ പിന്നല്ലാണ്ട് ആരാ? എന്താ ചെയ്യാ? നിങ്ങോട്ട് പറഞ്ഞു. എന്താ അപ്പു ഇതൊക്കെ? ശങ്കുണ്ണി പറഞ്ഞിട്ടോ ഞാൻ ചെയ്തേ. ശങ്കുണ്ണി എന്നാ മോനെ നിനക്കൊരു തിരിച്ചറിവുണ്ടാവുക? അവനെ ആരെങ്കിലും വിശ്വസിക്കുവോ? മോനെ വിട്ടിയാക്കാൻ വേണ്ടിയല്ലേ അവൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരണേ? അപ്പോ എന്താ അപ്പു, നീ കയറി വാ. എന്നെ ഒന്ന് പിടിച്ചോളൂ. എന്താ? അവളൊക്കെ പിന്നെ വെക്കാം. എന്റെ വിളക്ക് അടയുമോ? പിടിച്ചോളൂ.
അങ്ങോട്ട് ഇറങ്ങും. അങ്ങോട്ട്. പോയോ ആവോ? ഉപായം പറഞ്ഞു കൊടുത്ത അപായത്തിലായല്ലോ. മാളൂട്ടി, മോളെ, മാളു, ഈ പെണ്ണ് എങ്ങോട്ടാ പോയേ? കണ്ടോ? ഇല്ല, ഇവിടെ എങ്ങും കാണാനില്ല. എന്താ? മാളു, എന്താ ദേവു? മാളുവിനെ എവിടെങ്ങും കാണണില്ല. മാളു, മുറിയിൽ നോക്കിയോ? നോക്കി അവിടെ ഇല്ല. ഇനി എവിടെ പോയി കുട്ടി? എന്താ എല്ലാവരും കൂടെ? ആളുവിനെ കാണുന്നില്ലെന്ന്. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അപ്പോ മാളുവിനെ കണ്ടോ നീ? കണ്ടു. ആ, എവിടെ? ഞാൻ കുളിക്കാൻ പോകുമ്പം മൂടി പോച്ച് കിടക്കണുണ്ടായിരുന്നു മോളില്. ഓ, വലിയ കാര്യായിപ്പോയി. ഒക്കത്തിന് കാരണക്കാരൻ നീയാ. ദേവു, മോനകത്തേക്ക് വെക്കോ. അവൾ എവിടെയും പോവില്ല. ഞാനൊന്ന് നോക്കിട്ട് വരാം. പാടും. ഞാൻ എന്ത് ചെയ്തു? എന്റെ കുട്ടി എങ്ങോട്ട് പോയാവോ? മുറിയിലുണ്ട്, നീ വാ, ഞാൻ കാണിച്ചു തരാം. ആ, മോൾ എന്തായി കാട്ടണേ? ഇതൊക്കെ അമ്മായിയോട് പറഞ്ഞാ പോരെ? ചെന്നിരിക്കെ, ഞാൻ വിളമ്പിത്തരാം. വേണ്ട, ഇത് അപ്പോട്ടനുള്ള ചോറ, ഞാൻ എടുത്തോളാം. അപ്പോനോ? എന്തേ? അപ്പോട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാനല്ലാണ്ട് പിന്നെ ആരാ നോക്കുക? എന്തേ അമ്മായി? ഗ്ലാസ് അയ്യോ പൊട്ടിയില്ലോ. സൂക്ഷിച്ചോളൂ അമ്മായി, കാലി കുത്തിയാലേ വേദനിക്കും. മാളുവിനെ ഞാൻ പറ്റിച്ച്. ഞാൻ ഉറങ്ങിയ പോലെ കിടന്ന്. അച്ഛാ, മാളുവേ എന്നെ ചെള്ളയില് ശങ്കുണ്ണി, ഇവൻ എങ്ങോട്ടായി വലിഞ്ഞേറി പോകുന്നത്? എടാ, നിന്നോടാ ചോദിച്ചേ. ഓ, എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക്. ശങ്കുണ്ണി, ശങ്കുണ്ണി എന്നെയാ. അറിഞ്ഞു, എല്ലാരും അറിഞ്ഞു. ചിറ്റയിടത്തെ ശങ്കരവാര്യയുടെയും പെങ്ങടെയും കടുങ്കൈകള് വേണ്ടായിരുന്നു. നിങ്ങളുടെ വയറ്റിലും പറഞ്ഞില്ലേ രണ്ടെണ്ണം? അവറ്റകളെ കൊലയ്ക്ക് കൊടുക്കായിരുന്നില്ലേ? അമ്പല നടയുന്ന ഉരുളികെട്ട ശങ്കരവാര്യര് ഉദയന്റെ ഒരു കാര്യമായി സംബന്ധം സ്ഥാപിച്ചപ്പോ കേമനായിന്റെ വിചാരമല്ലേ? ആ കള്ളവാര്യര് നാട് മുഴുവൻ പറഞ്ഞു നടക്കുമായിരുന്നല്ലോ, അപ്പുനെ വളർത്താനാണ് ഉദയന്നൂര് കാര്യമായി ബന്ധം ഉണ്ടാക്കിയതെന്ന്. ഇപ്പൊ അതെ അപ്പനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അത്രേ മോളെയും കെട്ടിച്ചു കൊടുത്തത്. ആങ്ങളെയും പെങ്ങളെയും തറവാട്ടിന്ന് അടിച്ചിറക്കണ കണ്ടിട്ടല്ലാണ്ട് ഈ ശങ്കുണ്ടിക്ക് ഉറക്കം വരില്ല. അപ്പുന്റെ അമ്മ എന്ന് വിളിച്ച നാവുകൊണ്ട് മറിച്ച് വിളിപ്പിക്കരുതല്ലേ? അവകാശം പറഞ്ഞ് തറവാട്ടി വന്ന അന്ന് തന്നെ എന്റെ അപ്പുന് വിഷം കൊടുത്ത് കൊല്ലായിരുന്നില്ലേ? ഇത്ര നാൾ വളർത്തിയിട്ട് വേണമായിരുന്നോ? ഇതറിഞ്ഞ അപ്പുന്റെ അച്ഛൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കണം കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. ഇടയ്ക്കൽ കൊട്ടി പാടുന്ന നാവുകൊണ്ട് പറയാണ്, എന്റെ അപ്പുന് എന്തെങ്കിലും സംഭവിച്ച ചിറ്റെടുത്ത് ആരും അഴിക്കില്ല. അപ്പുവിന്റെ ആയുസിന് വേണ്ടി ഞാൻ മൂകാംബികയെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് പറഞ്ഞത്. ഒരേ ഒരു അപേക്ഷയുണ്ട്, അവനെ ഇതെല്ലാം അറിയിക്കാണ്ടിരിക്കാനുള്ള സന്മനസ്സെങ്കിലും ഉണ്ടായാൽ നന്ന്.